പത്തനംതിട്ട LDF സ്ഥാനാർത്ഥി തോമസ് ഐസക് ഇന്ന് പത്രിക സമർപ്പിക്കാനിരിക്കുകയാണ്. രാവിലെ 11 മണിക്കാണ് പത്രികാ സമർപ്പണം. 10 മണിയോടെ പ്രകടനമായാണ് പത്രിക സമർപ്പിക്കാനായി അദ്ദേഹം എത്തുക. സുജു ടി ബാബു ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സുജു. ഗുഡ് മോർണിംഗ് കീർത്തി. ഓരോ ദിവസവും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് ജനങ്ങൾക്കിടയിലേക്ക് എത്തുമ്പോൾ വലിയൊരു ആത്മവിശ്വാസം സ്ഥാനാർത്ഥികൾക്ക് എല്ലാവർക്കും ഉണ്ട്. പ്രത്യേകിച്ച് ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾക്ക് പത്തനംതിട്ടയിലും സ്ഥിതിഗതികൾ സാഹചര്യങ്ങളൊന്നും വ്യത്യസ്തമല്ല. എങ്ങനെയാണ് ഇന്ന് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അടക്കമുള്ള കാര്യങ്ങൾ? കീർത്തി പറഞ്ഞതുപോലെ തന്നെ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പത്തനംതിട്ടയിലെ ഇടതുമുന്നണി പ്രവർത്തകർ. പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ നടന്ന റോഡ് ഷോ, അത് മണ്ഡലത്തെ ഇളക്കി മറിച്ചുകൊണ്ട്, അതായത് പത്തനംതിട്ട അടൂരിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി വരെ നീണ്ടിരുന്ന റോഡ് ഷോ മണ്ഡലത്തെ ഇളക്കി മറിക്കുന്ന വലിയ റോഡ് ഷോ ആയിരുന്നു. അതിനുശേഷം ചിട്ടയായ പ്രവർത്തനമാണ് LDF ഈ മണ്ഡലത്തിൽ കാഴ്ചവെച്ച 7 നിയമസഭാ നിയോജക മണ്ഡലത്തിലും കൃത്യമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി. ഏറ്റവും പ്രധാനപ്പെട്ട ചിട്ടയായുള്ള പ്രവർത്തനം, അതിൽ മുഖാമുഖം എന്ന സംവാദ പരിപാടിയാണ് ഏറ്റവും ശ്രദ്ധേയമായത്. ഒരുപക്ഷെ മണ്ഡലത്തിലെ മറ്റ് സ്ഥാനാർത്ഥികൾക്ക് സാധിക്കാതെ പോകുന്നതും പ്രധാനമായി ഇത്തരത്തിലെ രാഷ്ട്രീയ പ്രചരണം തന്നെയാണ്. അതായത് ആന്റണി പത്രസമ്മേളനങ്ങളിലും പലപ്പോഴും ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടി പോകുന്ന ഒരു കാഴ്ച നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് NIA പോലുള്ള സുപ്രധാനമായ രാജ്യത്തെ നിയമനിർമ്മാണത്തെപ്പറ്റി ചോദിക്കുമ്പോൾ എനിക്കിത് പഠിച്ചിട്ട് പറയണം, മറ്റ് വിഷയങ്ങൾ ചോദിക്കുമ്പോഴും ആന്റണി പറഞ്ഞ എനിക്ക് പഠിക്കണം, ആ വിഷയം എൻ്റെ പരിഗണനയില്ല അല്ലെങ്കിൽ അറിയില്ല എന്ന തരത്തിലുള്ള മറുപടിയാണ് പലപ്പോഴും UDF സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. എന്നാൽ LDF സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക് ജനങ്ങളോട് നേരിട്ട് സംവദിക്കുന്നു. അവിടെ ഇടതുപക്ഷ പ്രവർത്തകർ മാത്രമല്ല, സമൂഹത്തിൻ്റെ വിവിധ തുറയിലുള്ള ആളുകൾ എത്തുന്നു, വയോധികർ ഉൾപ്പെടെ എത്തുന്നു. അവരുടെ വിഷയങ്ങൾ, പെൻഷൻ ആയിക്കോട്ടെ, മറ്റ് ആനുകൂല്യങ്ങൾ, വന്യജീവി ആക്രമണം, അങ്ങനെ ഈ മലയോര ജനതയെ അനുഭവിക്കുന്ന അല്ലെങ്കിൽ പത്തനംതിട്ടയിലെ ആളുകൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ കൃത്യമായി തന്നെ അവർ ഉന്നയിക്കുന്നു. അതിനെല്ലാം തന്നെ തോമസ് ഐസക് തൻ്റെ ആശയങ്ങളും എല്ലാം പങ്കിടുന്നു. പ്രത്യേകിച്ച് വിജ്ഞാന പത്തനംതിട്ട, ഉറപ്പാണ് തൊഴിൽ തുടങ്ങിയ വിവിധ കാര്യങ്ങളിൽ ഐസക്കിൻ്റെ ആ വീക്ഷണം കൃത്യമായി ജനങ്ങളോട്, എങ്ങനെയാണ് വന്യജീവി ആക്രമണത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം, താൻ ലോക്സഭയിലെത്തിയാൽ എങ്ങനെയായിരിക്കും ഈ ജനതയ്ക്ക് വേണ്ടി ശബ്ദിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള മുഖാമുഖമാണ് പുരോഗമിച്ചത്. പ്രത്യേകിച്ച് ശബരിമലയ്ക്ക് വേണ്ടി പ്രത്യേക മാസ്റ്റർ പ്ലാൻ അദ്ദേഹം അവതരിപ്പിക്കുന്നു. അത് പമ്പ ആക്ഷൻ പ്ലാൻ ഉൾപ്പെടെ ശബരിമല വികസനത്തിലൂടെ പത്തനംതിട്ടയുടെ വികസനം അദ്ദേഹം അതിൻ്റെ ഒരു കാഴ്ചപ്പാട് മുമ്പോട്ട് വെക്കുന്നു. അങ്ങനെ വ്യക്തമായി തന്നെ വോട്ടർമാരോട് തന്നെ കൃത്യമായി സംവദിച്ചും അവരുടെ തൻ്റെ ആശയങ്ങൾ പങ്കിട്ടുമാണ് തോമസ് ഐസക്കിൻ്റെ പ്രചരണം മുന്നോട്ട് പോയത്. ഇതിനിടയ്ക്ക് പലപ്പോഴും റോഡ് ഷോകൾ ഉണ്ടായിരുന്നു. ആ റോഡ് ഷോ എല്ലാം തന്നെ വലിയ വിജയവും വലിയ ജനസ്വീകാര്യതയും ലഭിച്ച റോഡ് ഷോകളും വളരെ ശ്രദ്ധേയമായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇന്ന് പത്രികാ സമർപ്പണത്തിലേക്ക് എത്തുന്ന പത്തനംതിട്ട അബാൻ ജംഗ്ഷനിൽ നിന്ന് രാവിലെ 10 മണിക്ക് പ്രകടനമായാണ് ഇടതുമുന്നണി പ്രവർത്തകർ കളക്ടറേറ്റിലേക്ക് പത്രികാ സമർപ്പണത്തിന് എത്തുന്നത്. ജില്ലയിലെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ തോമസ് ഐസക്കിന്റെ ഒപ്പമുണ്ടാകും. ഒരു ശക്തിപ്രകടനം തന്നെയായിരിക്കാം ഈ പത്രികാ സമർപ്പണത്തിൽ. 10 മണിയോടുകൂടി പ്രകടനമായി ആരംഭിച്ച് 11 മണിക്കാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പണം. അങ്ങനെയാണ് ക്രമീകരണങ്ങൾ മുന്നോട്ട് പോകുന്നത്.